മലപ്പുറം നിലമ്പൂരിൽ ഭീതി വിതച്ച് വീണ്ടും പട്ടാപ്പകൽ കാട്ടാന ഇറങ്ങി. അന്തർ സംസ്ഥാന പാതയായ നിലമ്പൂർ കരിമ്പുഴ ഭാഗത്താണ് ഒറ്റയാൻ എത്തിയത്. ഇന്നലെ വഴിക്കടവിൽ കുട്ടികൾ കളിച്ചിരുന്ന ഗ്രൗണ്ടിലേക്കും കാട്ടാന എത്തിയിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. സമീർ, ഈ ഒറ്റയാൻ കാട്ടിലേക്ക് തിരികെ പോയോ? ഇപ്പോൾ ആന കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിന് സമീപത്ത് ആന പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അത് തിരികെ കാട്ടിലേക്ക് പോയോ? കാട്ടാന കാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഈ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിലേക്ക് കാട്ടാന ഇറങ്ങിയത് ഇന്നലെ വൈകുന്നേരമാണ്. ഈ വഴിക്കടവിലുള്ള കാടിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ കുട്ടികൾ വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കാറുള്ളത്. ഈ ഭാഗത്തേക്കാണ് ഒറ്റയാൻ വരികയും ഏറെ നേരം ഈ ഗ്രൗണ്ടിൽ നിന്ന് കളിയൊക്കെ കണ്ട് ആസ്വദിച്ച ശേഷം കാട്ടാന മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെയും കാട്ടാന ഭീതി വിതക്കുകയോ മറ്റു ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. കുട്ടികളൊക്കെ അവരുടെ കളി തുടരുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിൽ വഴിക്കടവിൽ കാട്ടാന ഇറങ്ങി ഇത്തരത്തിൽ കളിയെല്ലാം തന്നെ കണ്ട് മടങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് നിലമ്പൂർ അന്തർ സംസ്ഥാന പാതയായിട്ടുള്ള CNG റോഡിൽ ആണ് ഇന്ന് കാട്ടാന ഇന്ന് രാവിലെയോട് കൂടി തന്നെ ഇറങ്ങിയത്. കാട്ടാന റോഡ് മുറിച്ച് കരിമ്പുഴ ഭാഗത്തേക്ക് നീങ്ങി എന്നുള്ളതാണ് യാത്രക്കാർ നമ്മോട് വ്യക്തമാക്കിയത്. 15 മിനിറ്റോളം ഈ റോഡിൽ ഗതാഗതം തടസ്സം നേരിടുകയും ചെയ്തു. എന്നാൽ ആരും തന്നെ ശബ്ദമുണ്ടാക്കുകയോ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒരു ഘട്ടത്തിൽ ആനയും പ്രശ്നമുണ്ടാക്കാതെ നിലവിൽ കാട്ടിലേക്ക് മടങ്ങി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. വിജയകുമാർ. യെസ്, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തുനിന്ന്. കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് കണ്ട് ഒറ്റയാൻ ആസ്വദിച്ചു, അതിനുശേഷം കാട്ടിലേക്ക് മടങ്ങി എന്നാണ് സമീർ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണോ? നാട്ടുകാർക്ക് എത്ര ആശങ്കയുണ്ട് എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. മലപ്പുറത്ത് കുട്ടികൾ കളിച്ചിരുന്ന ഗ്രൗണ്ടിലേക്ക് കാട്ടാനെത്തി. അത് അന്തർ സംസ്ഥാന പാതയായ നിലമ്പൂർ കരിമ്പുഴ ഭാഗത്താണ് ഈ ഒറ്റയാൻ എത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ ആനയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്.